അങ്ങനെയെങ്കിൽ അടുത്ത വാക്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ നോക്കിയിട്ടാണ് അടുത്ത വാക്യം പറഞ്ഞത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്, ഒരുക്കിയിരിക്കുന്നത്, കരുതിയിരിക്കുന്നത്. ഒന്നുകൂടെ ആ വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ചിലതൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്, കരുതി വച്ചിട്ടുണ്ട്. ആ വാക്യത്തിൽ നിന്നത് വ്യക്തമാണ്. ഇത് ബൈബിളാണ്, ഇത് വിശുദ്ധ ഗ്രന്ഥമാണ്, ഇത് ജീവന്റെ വചനമാണ്. ഇതാരുടെയോ അഭിപ്രായമല്ല, ഇതാരുടെയോ പ്രചോദനമല്ല, ഇതാരുടെയോ തോന്നലുകളല്ല, ഇത് കഥയോ മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ വചനം പറയുവാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്, ഒരുക്കിയിരിക്കുന്നത്.